Hello everyone, welcome back to another video. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗ് പ്ലസ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യുമോ, എന്താ പഠിക്കലൊക്കെ എന്തായി, അങ്ങനെ കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് കൊളാബിന് വേണ്ടിയിട്ട് കിട്ടിയ ഡ്രസ്സാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് അൺബോക്സ് ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തുറക്കണ വീഡിയോ മെയിനായിട്ട് കാണിക്കാനുള്ള കാരണം ഇതിൻ്റെ പാക്കേജ് തന്നെയാണ്. എനിക്ക് കുറച്ച് വ്യത്യസ്തരമായി തോന്നി, നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഒരു വട്ടം പൊട്ടിച്ച് ഒക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതേപോലെ ഞാൻ തന്നെ മടക്കുകയാണ്, അതോട്ടാണ് ഒരു മാതിരി വൃത്തിയില്ലാതെ മടക്കിയ പോലെ ഇരിക്കുന്നത്. കൈ കിട്ടിയപ്പോൾ സാധനം നല്ല രസത്തിൽ നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ടോപ്പും പിന്നെ അതിക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻറ്റും. ഇത് ഒരു പേജ് അയച്ചു തന്നിട്ട് അതിന് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ഒരു അയച്ചു തന്നു വീഡിയോ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടോപ്പും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. പിന്നെ ഒരു നല്ല അടിപൊളി ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്താ സാധനം എന്നല്ലേ, ഇത് വൈറ്റ് ബോർഡ് ഞാൻ അന്നൊക്കെ റൂം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ A4 ഷീറ്റും കുറേ ബുക്കൊക്കെ എടുത്തിട്ടാണ് ഓരോ പ്രോബ്ലമും കാര്യങ്ങളൊക്കെ എഴുതുക ക്ലാസ് കേൾക്കുമ്പോൾ. പക്ഷെ അതൊന്നും കാര്യമില്ല, എൻ്റെ 2-3 ബുക്ക് എഴുതി കഴിഞ്ഞാൽ അതുപോലെ കുറേ A4 ഷീറ്റൊക്കെ വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും ഒരു വൈറ്റ് ബോർഡ് കണ്ടപ്പോൾ പിന്നെ വൈറ്റ് ബോർഡിൻ്റെ മാർക്കറൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ സ്കെച്ചൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മളിന്ന് എക്കണോമിക്സാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് എന്താ പഠിക്കേണ്ടതെന്ന് കാര്യമായിട്ട് അറിയില്ല, കാരണം ഞാൻ കഴിഞ്ഞ എക്സാമിന് ഒരു വിധം ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, ചെറിയ പ്രോബ്ലംസ് അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 11:30 ആ ടൈമിലാണ് പഠിക്കാൻ തന്നെ ഇരുന്നിക്കുന്നത് രാവിലെ കേട്ടോ. അതേപോലെ ഞാൻ കുറച്ച് കമൻറ്റ് കണ്ടിട്ടായിരുന്നു, ഈ ഒരു തിയറി പേപ്പേഴ്സ് അല്ലേ ബിസിനസ്, ഇംഗ്ലീഷ്, അതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കണമെന്ന്. സംഭവം ഞാനൊക്കെ മനസ്സിലാക്കി പഠിക്കലാണ്, ക്ലാസ് കേൾക്കും, പിന്നെ ഒന്നും ഞാൻ കാണാപ്പാടം പഠിക്കില്ല കേട്ടോ. ഒക്കെ സംഭവം കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കും, എന്നിട്ട് അത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ആൻസർ ഷീറ്റിൽ എഴുതൽ. ഒന്നും ഞാൻ ഇതുവരെ കാണാപ്പാടൊന്നും പഠിച്ചിട്ടില്ല, എൻ്റേതായ രീതിയിൽ എഴുതാനാണ് എനിക്ക് മാർക്കും കിട്ടലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ചേരം ഇരുന്ന് പഠിച്ചു. ഇന്ന് സ്കൂളില്ല, അപ്പോൾ കുറച്ചേരം ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചു. കാര്യമായിട്ട് നമ്മൾ എക്സാമിൻ്റെ ആ സമയത്ത് ഇരുന്ന് പഠിച്ചില്ല, അതേമാതിരി ഇന്ന് ഞാൻ പഠിക്കുമല്ലോ കേട്ടോ. കുറച്ചേരം ഇപ്പോൾ കുറച്ചേരം പഠിക്കും, ഉച്ച കുറച്ചേരം പഠിച്ചു, കുറച്ചേരം രാത്രി. അങ്ങനെ എനിക്ക് കുറച്ചുകൂടി ഇടങ്ങാറായിട്ട് എക്സാമിൻ്റെ തലേന്ന് പഠിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓപ്ഷൻസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ഞാൻ വിടൂലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗങ്ങളാണ് ഞാൻ മെയിനായിട്ട് പഠിക്കാൻ നോക്കുന്നത്, ചാപ്റ്റേഴ്സൊക്കെ. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ കുറച്ചേരം ഇന്ന് പഠിച്ചു. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് പാരൻസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണിത്. 88.64% ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ അടച്ചിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി. എനിക്ക് വൈറ്റ് ബോർഡ് നല്ല യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് കേട്ടോ, കാരണം കുറേ പേപ്പർ കഴിഞ്ഞ എക്സാമിന് തന്നെ വേസ്റ്റായി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പഠിച്ചു. ഇപ്പോൾ എത്ര മണി സമയത്ത് 1 മണിയാവാനിരിക്കണേ. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് മൂടുണ്ടായി പഠിക്കാം. മൂടുണ്ടാവും നമുക്ക്, പിന്നെ ബാക്കി ഫുഡ് കഴിച്ച് വന്നിട്ട് പഠിക്കാം. നമുക്ക് കിച്ചണിൽ പോയി വെക്കാം. അങ്ങനെ പഠിത്തമൊക്കെ ഒരു ഭാഗമാക്കി വെച്ച് ഞാൻ പിന്നെ കിച്ചണിൽ പോയപ്പോൾ ഇമ്മ പൊട്ടാറ്റോ ഫ്രൈ ആക്കാനൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ വേഗം ഫുഡ് കഴിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് കുറച്ചേരം ഇരുന്ന് പഠിക്കാം. പക്ഷേ ടേബിളിൽ നിന്ന് പഠിക്കണില്ല, കാരണം നല്ല ഇറുക്കൊക്കെയാണ്. എനിക്ക് പഠിക്കാൻ മൂടില്ല. ചിലപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങും. എക്സാമിന് തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് പറഞ്ഞിരുന്നില്ല. അതിൻ്റെ ലൈവ് ക്ലാസ് ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറയാം. ആദ്യത്തെ 2 ക്ലാസ് നമുക്ക് വരുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എന്തായാലും പറയാം നിങ്ങളോട് എങ്ങനെയുണ്ട് എന്നൊക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വട്ടം പഠിച്ചുകൊണ്ട് എനിക്ക് വലിയ ഇടങ്ങാറായിട്ട് തോന്നുന്നില്ല. എന്നാലും ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ പറയാം എന്തായാലും. പഠിക്കാം. അങ്ങനെ പിന്നെ ഉച്ചക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അതിനൊപ്പം എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ. പിന്നെ ഞാൻ നീച്ച് വേഗം കുളിച്ച് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ രാത്രി നിങ്ങൾക്ക് കാണാൻ കഴിയും, കുറച്ചൊക്കെ രാത്രി 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തറവാട്ടിൽ പോയി, അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടിച്ച് കയറ്റി പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എനിക്ക് 7 മണി ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യം പറ്റേ മറന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഒരു 8 മണി കഴിഞ്ഞുക്ക് ഈ ലൈവിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോഴത്തേന് പിന്നെ ഞാൻ വേഗം വൈറ്റ് ബോർഡ് കാണുമ്പോൾ ചിരിയ വരുന്നു സത്യത്തിൽ. പക്ഷേ എന്താ ചെയ്യുക, വേറെ പേപ്പറൊന്നും യൂസ് ചെയ്യാനുള്ള ഇതില്ല, പിന്നെ എൻ്റെ അടുത്ത് ഫ്രീ ആയിട്ടുള്ള നോട്ട്ബുക്കുകളൊന്നും ഇല്ല പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ 8 മണി ആയിക്കണം, 8 മണി കഴിഞ്ഞിക്കണു. ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ 7:45 ആയി. പിന്നെ ഇങ്ങനെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ച് വന്നപ്പോഴത്തേന് 8 മണിയായി. സംഭവം നമുക്ക് 7 മണിക്ക് എക്സാമിൻ്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി നമുക്ക് എന്തായാലും പോയി കേൾക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുതരാം. കാരണം ഈ ഫോണിലാണ് ഞാൻ ക്ലാസ് കേൾക്കുന്നത്, TV-യിലോ ക്ലാസ് കേൾക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് കേട്ടിട്ട് ഞാൻ എങ്ങനെയുണ്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂറും 10 മിനിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ 27 മിനിറ്റ് കണ്ടു. ഇനിയുണ്ട് 1 മണിക്കൂറൊന്നുമില്ല, 50 മിനിറ്റ് അത്രയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കൂടി നമുക്ക് പോയി കാണാം. ഇതുവരെയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഷോർട്ട് നോട്ടാണ് പറഞ്ഞിരുന്നുള്ളൂ, ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവർ കുറേ ക്ലാസ് എടുത്തുകൊണ്ട് ഡീപ്പായിട്ട്, പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് ബാക്കി കൂടി ഞാൻ പോയി കാണട്ടെ. 2 ചാപ്റ്റേഴ്സ് കേട്ടോ, ആ കൂടി കാണട്ടെ. അപ്പോൾ ഇപ്പോൾ 10 മണിയായി. ഞാൻ ഇതുവരെ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കേൾക്കും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ സ്റ്റഡി വ്ലോഗ്. വരുന്നത് ഇത്ര സാധാരണ ദിവസങ്ങൾ പഠിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു മൈൻഡിൽ ഇനി നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കറക്റ്റ് കേൾക്കണം, അത് നോക്കണം. അല്ലാതെ പഠിച്ചാൽ തന്നെ പിന്നെയും പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, അറിയാത്ത പോർഷൻസൊക്കെ ക്ലാസ് കേൾക്കണം. ഇപ്പോൾ എനിക്കൊരു ഭാഗം അറിയാത്തുണ്ടായിരുന്നു, അത് ഈ ലൈവിലുണ്ടായിട്ട് അത് ക്ലിയർ ആയിപ്പോയി. അങ്ങനെ ഇനി ലൈവ് കാണുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ പിന്നെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാൻ വിചാരിച്ചു. ഈ ഡ്രസ്സൊന്നും അല്ലട്ടെ വീട്ടിലുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പോയതാണ്. പിന്നെ ഞാൻ നേരെ പോയി ഡ്രസ്സൊക്കെ മാറ്റി മുഖം ക്ലീൻ ചെയ്തു. പിന്നെ ഇതാ നമ്മൾ പഠിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടാബിളൊക്കെ വൃത്തിയാക്കി. എന്നിട്ട് പിന്നെ പോയി നേരെ കിടന്നുറങ്ങിട്ടോ. അപ്പോൾ എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരാം. ബൈ.